പേഴ്സൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോട്ടോ മാത്രം നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് മാത്രം റിമൂവ് ആയതിനു ശേഷം നമ്മുടെ ഫോട്ടോ ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. കിട്ടിയതിന് ശേഷം നമുക്ക് പുതിയ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിക്സാർട്ടിൻ്റെ സഹായത്തോടെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം നമ്മൾ പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കണം. പിക്സാർട്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്ന്. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ലോഗോ ആയിരിക്കും നമുക്ക് വരിക. കറക്റ്റായിട്ട് നമ്മൾ ആ ലോഗോ നോക്കിയിട്ട് ഇതിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊവിഷൻ ഉണ്ട്, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അല്ലാതെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി പോകുന്നതായിരിക്കും. നമുക്കിത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിൻ്റെ അകത്ത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് കിടപ്പുണ്ട്. അതിൻ്റെ താഴെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഫോട്ടോ എഡിറ്റിംഗ് കൊടുക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മൾ അലോ കൊടുക്കണം. അലോ കൊടുത്താലേ നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓപ്പണായി വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക. ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് നമുക്ക് വേണമെങ്കിൽ ഗാലറിയിൽ നിന്ന് തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ. അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൽ ഒരുപാട് ഫോട്ടോസ് ഇതിൽ ഉണ്ട്, ഓൾറെഡി ഉണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നോക്കി സെലക്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ നോക്കുന്ന ഈ പിക്ചേഴ്സ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കിപ്പോൾ ആവശ്യമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്താൽ മതി. വൈറ്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് വരുന്നതായിരിക്കും. വീടിൻ്റെ ഫോട്ടോസ്, അതുപോലെ തന്നെ നദികൾ, അതുപോലെ തന്നെ വനം, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്കിവിടെ സെർച്ച് ചെയ്ത് അതിൻ്റെ ഫോട്ടോസ് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് നമുക്ക് ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്കൊരു പിക്ചർ സെലക്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസിൽ നിന്നാണ് ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു പിക്ചേഴ്സ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്ത് ഫോട്ടോ ആഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും പിക്ചേഴ്സൊക്കെ. അത്ര സമയമൊന്നും പിടിക്കത്തില്ല. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിവിടെ ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. അത്യാവശ്യം ലുക്കുള്ള ഒരു ഫോട്ടോയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ താഴെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഗാലറിയിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ്, നമുക്ക് ഏത് ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ട ആ ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇതുപോലെ ഞാനൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോയാണ് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കട്ട് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. താഴോട്ട് തന്നെ നീക്കുമ്പോഴത്തേക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പരസ്യം ആയിരിക്കും ആദ്യം വരുന്നത്. നമ്മളതിനൊന്ന് സ്കിപ്പ് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി. സ്കിപ്പ് ചെയ്ത് വിടുമ്പോഴത്തേക്ക് നമ്മളെ ഫോട്ടോസ് ഇങ്ങനെ വരുന്നതായിരിക്കും. അതിൻ്റെ താഴെ തന്നെ പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫോട്ടോ മാത്രം ഇതുപോലെ ഒരു കളറായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് റിമൂവ് ആയി പോകുന്നതായിരിക്കും. നമ്മളെ ഫോട്ടോ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ എവിടെയാണോ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അവിടെ അങ്ങെടുത്ത് ഈ ഫോട്ടോ വെച്ചാൽ മതി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബെല്ലേക്കും കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം മേളിൽ ഷെയറിൻ്റെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സേവ് ടു ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അത് സേവ് ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഗാലറിയിലോട്ട് തന്നെ ഫോട്ടോ സേവ് ആവുന്നതായിരിക്കും. നമ്മളിതുപോലെ ഒരു പ്രീമിയം ഒരു ഓപ്ഷൻ വരും. അതിനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അത് നമ്മൾ സേവ് ചെയ്താൽ മതി. സേവ് ടു ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിൽ കാണാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഗാലറിയിലോട്ട് അത് സേവ് ആവുന്നതായിരിക്കും. സേവ് ചെയ്തതിന് ശേഷം ഗാലറി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോസ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗാലറിയിൽ നിന്ന്. ഗാലറി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോസ് അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിതാണ് ഇപ്പോൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോസ്. നമ്മൾ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി പുതിയ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ ഫോട്ടോസ് വളരെ നീറ്റായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയൊരു ദിവസം കാണാം.